It's lywitz-your friend. ഞാൻ ആലിയ. അപ്പോൾ ഇന്ന് വീണ്ടും ഞാനൊരു ട്യൂട്ടോറിയലുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് സൂമാണ്. എനിക്കറിയാം നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് സൂം അറിയാം. പക്ഷേ അറിയാത്തവർക്കായിട്ട് അറിയുന്നവർക്ക് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതും കൂടി തീർക്കാം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് സൂം തുടങ്ങുന്നത്, സൂമിൻ്റെ സെറ്റിങ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം നമ്മളിത് സൂമിലോട്ട് കടക്കുകയാണ്. സൂം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെയാണ് സൂമിൻ്റെ മെയിൻ പേജാണ്. ഞാൻ ലോഗിൻ ചെയ്തിട്ടുണ്ട്. 4 ഓപ്ഷൻസ് ആണ്. ഒന്ന് ന്യൂ മീറ്റിംഗ്, ജോയിൻ, ഒരു വേറെ മീറ്റിങ്ങിലേക്ക് ജോയിൻ ചെയ്യാം, എനിക്കൊരു മീറ്റിംഗ് സ്കെഡ്യൂൾ ചെയ്യാം, എനിക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ ഇവിടുത്തെ സെറ്റിങ്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനു മുമ്പ് ഇവിടെ ഒരു മീറ്റിംഗ് എങ്ങനെ തുടങ്ങാമെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ആദ്യം ഞാൻ മീറ്റിംഗ് തുടങ്ങി. എൻ്റെ സെറ്റിങ്സിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ, ഇതിൻ്റെ സെറ്റിങ്സ് എങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുള്ളതെന്ന്. അപ്പോൾ ഇവിടെ ഞാൻ വീഡിയോ ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് ഉള്ളത്. അപ്പോൾ ജോയിൻ ചെയ്യുമ്പോൾ എൻ്റെ വീഡിയോ ഓഫായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ എനിക്ക് വേണമെങ്കിൽ എൻ്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ എനിക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ പാർട്ടിസിപ്പൻസ് ഒരാൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഷെയർ സ്ക്രീൻ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് കാണാം, പക്ഷേ അത് എനേബിൾ ചെയ്യണമെങ്കിൽ എനിക്കൊരു പാർട്ടിസിപ്പൻറ്റും കൂടി വേണം. ചാറ്റ് ചെയ്യാം, എനിക്ക് നെക്സ്റ്റ് പാർട്ടിസിപ്പൻസുമായിട്ട് ഇവിടെ ചാറ്റ് ചെയ്യാം. എനിക്ക് എൻ്റെ പാർട്ടിസിപ്പൻസിനെ ഇവിടെ കാണാം. അതേപോലെ എനിക്ക് എൻ്റെ സെഷൻ വേണമെങ്കിൽ റെക്കോർഡ് ചെയ്യാം. പിന്നെ ബ്രേക്ക് ഔട്ട് റൂംസ് ഉണ്ട്. ബ്രേക്ക് ഔട്ട് റൂംസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബ്രേക്ക് ഔട്ട് റൂമിൻ്റെ ലിങ്ക് വരും. അപ്പം ഇവിടെ ഇപ്പോൾ ഒരു പാർട്ടിസിപ്പൻറ്റ് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ എത്ര റൂം വേണോ എന്നുള്ളതിനനുസരിച്ച് ഇവിടുത്തെ പാർട്ടിസിപ്പൻസിൽ ഇപ്പോൾ എനിക്കൊരു 16 പാർട്ടിസിപ്പൻസ് ഉണ്ട്. അപ്പോൾ 4 റൂം ഉണ്ടെങ്കിൽ 4ൽ 4 പേരുണ്ടെന്ന് ഇവിടെ കാണിക്കും. ആൾക്കാരെ എനിക്ക് മാനുവലി ഓരോരുത്തരെ സെലക്ട് ചെയ്ത് ഓരോ റൂമിലേക്ക് ഇടാം. അതല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇവർ തന്നെ സെലക്ട് ചെയ്ത് ഓരോ റൂമിലാക്കി തരും. എന്നിട്ട് ക്രിയേറ്റ് റൂംസ് അടിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം ഓരോ റൂമിൽ പോയിരിക്കും. എന്നിട്ട് പിന്നെ അവിടെ അവർക്ക് ഇൻഡിവിജ്വലായിട്ട് സ്ക്രീൻ ഷെയർ ഒക്കെ ചെയ്യാം. ഇപ്പോൾ നമ്മൾ 2 വിഷയം ഒരേ ക്ലാസ്സിൽ പഠിപ്പിക്കുകയാണെങ്കിൽ അത് നമുക്ക് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മളൊരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്, 2 ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സാണ്, അപ്പോഴും നമുക്ക് ചെയ്യാം. ഇതാണ് ബ്രേക്ക് ഔട്ട് റൂമിൻ്റെ ഓപ്ഷൻ. ഇവിടെ റിയാക്ഷൻ നമുക്ക് ക്ലാപ്പ് ചെയ്യാം, അല്ലെങ്കിൽ തംസപ്പ് കൊടുക്കാം, എന്തെങ്കിലും പറഞ്ഞ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിന് നമ്മുടെ റിപ്ലൈ എന്നുള്ള നിലയ്ക്ക് കൊടുക്കാം. ഈ മീറ്റിംഗ് ഞാൻ എൻഡ് ചെയ്യുകയാണ്. ഇനി നമുക്ക് സെറ്റിങ്സ് ഒന്ന് നോക്കാം. സെറ്റിങ്സ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരുപാട് സെറ്റിങ്സ് ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇവിടെ ഇപ്പോൾ ഡീഫോൾട്ട് ആക്കണോ, അതുപോലെ വിൻഡോ മിനിമൈസ് ചെയ്യണോ, അതുപോലെ മീറ്റിങ്ങിൻ്റെ ലീവ് ഓപ്ഷൻ, എൻഡ് മീറ്റിംഗ് കൊടുക്കുമ്പോൾ കൺഫർമേഷൻ വരണോ, നിങ്ങൾ സ്കെഡ്യൂൾ ചെയ്ത മീറ്റിങ്ങിൻ്റെ 5 മിനിറ്റ് മുന്നേ നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടണോ എന്നുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഡിസ്പ്ലേ ഈസ് ഓഫ് ആൻഡ് സ്ക്രീൻ സേവർ ബിഗിൻസ്. സ്ക്രീൻ സേവർ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഡിസ്പ്ലേ ഓഫ് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഇവിടെ ഉണ്ട്. വെർച്വൽ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളൊരു സിസ്റ്റം ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കാണിക്കാൻ ഇഷ്ടമില്ല, പക്ഷെ നമുക്ക് നമ്മുടെ വീഡിയോ കാണിക്കുകയും വേണം. അപ്പോൾ നമുക്കിവിടെ വെർച്വൽ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം. ഇപ്പോൾ വെർച്വൽ ബാക്ക്ഗ്രൗണ്ട് കൊടുത്താൽ മൊത്തത്തിലൊന്നും കവർ ചെയ്യില്ലെങ്കിലും ഒരു കവറിങ് ഒരു എനേബിൾ ചെയ്യും. ഒരു കവറിങ് അവർ എനേബിൾ ചെയ്യും. നിങ്ങൾക്ക് കാണാം സ്ക്രീനിൽ ഇതെങ്ങനെയാണ് വരുന്നതെന്ന് കാണാം. നിങ്ങളിത് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ കൂടുതൽ കാണാം. നമുക്ക് നമ്മുടെ സ്വന്തം പിക്ചർ വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, ഇനി മിറർ ചെയ്യാം എനിക്ക് എൻ്റെ വീഡിയോ. ഇനി അതല്ലാതെ നമ്മൾ പോകുന്നത് അഡ്വാൻസ് സെറ്റിങ്ങിലോട്ടാണ്. അപ്പോൾ ഇവിടെ ജനറലിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുന്നു. വ്യൂ മോർ സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു ഞാൻ. അപ്പോൾ ഇവിടെ എനിക്ക് വ്യൂ മോർ സെറ്റിങ്സ് കാണാം. ഇവിടെ എൻ്റെ കൂടുതൽ സെറ്റിങ്സ് ഇത് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ കൂടുതൽ സെറ്റിങ്സ് ഉണ്ട്. അതിലോട്ട് താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പാസ്കോഡ് കൊടുക്കണോ, നമ്മുടെ പേഴ്സണൽ മീറ്റിംഗ് ID വേണോ, അതോ ഒരു റാൻഡം ID മതിയോ, പിന്നെ പാസ്കോഡ് ഈ ഇൻവൈറ്റ് ലിങ്ക് അടിക്കുമ്പോൾ അതിൽ പാസ്വേഡ് കൊടുക്കണോ, ലിങ്ക് മാത്രം കൊടുത്താൽ മതിയോ എന്നുള്ള ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ഹോസ്റ്റ് വീഡിയോ ഓൺ ആക്കണോ, ഇവിടെയാണ് ഇപ്പം ഞാൻ കയറുമ്പോൾ തന്നെ എൻ്റെ വീഡിയോ ഓഫായത്. ഇത് ഞാൻ ഓൺ ആക്കണ്ട എന്ന് വെച്ചതുകൊണ്ടാണ്. ഇവിടെ ഞാൻ ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാനൊരു മീറ്റിങ്ങിൽ കയറുമ്പോൾ തന്നെ എൻ്റെ വീഡിയോ ഓൺ ആയിരിക്കും. പാർട്ടിസിപ്പൻസ് വീഡിയോ എങ്ങനെ വേണം, ഇതിപ്പോൾ നമ്മളൊരു ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഓൺ കൊടുക്കാം. അപ്പോൾ കുട്ടികളുടെ വീഡിയോ ഓൺ ചെയ്യണം എന്നുള്ളത് നിർബന്ധമായി വരും. ഓക്കെ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. കമ്പ്യൂട്ടർ ഓഡിയോ ആണോ, നമ്മുടെ സിസ്റ്റമാണോ, മൈക്രോഫോണാണോ, എന്താണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അത് നമുക്കവിടെ കണക്ട് ചെയ്യാം. ഇനി നമുക്ക് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെയാണ് പ്രൈവറ്റ് 1-to-1 ചാറ്റ് അലൗ ചെയ്യണോ പാർട്ടിസിപ്പൻസ് തമ്മിൽ,
വേണ്ട, എല്ലാവരും കൂടി ഒരു ചാറ്റ് ബോക്സ് അത് ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. കാരണം പലപ്പോഴും സൂമിനൊരു ഓഡിബിൾ പ്രശ്നം വരാറുണ്ട്, ഓഡിയോ പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഈ ചാറ്റ് നമ്മളെ സഹായിക്കും. അങ്ങനെ സേവ് ചെയ്യണോ ചാറ്റ്, നമുക്ക് വേണമെങ്കിൽ സേവ് ചെയ്യാം. ഇപ്പം നിങ്ങൾ വളരെ വാല്യുബിൾ ആയിട്ടുള്ള എന്തെങ്കിലും അതിൽ കൊടുക്കുന്നു എന്നുണ്ടെങ്കിൽ സേവ് ചെയ്യാം. ഇനി നമ്മളിവിടെ ഞാൻ കോ ഹോസ്റ്റ് എന്ന് പറഞ്ഞൊരു പരിപാടി കൊടുത്തു. നിങ്ങൾ ബ്രേക്ക് ഔട്ട് റൂം കണ്ടല്ലോ, അതല്ലാതെ ഒരു മീറ്റിങ്ങിന് തന്നെ നമുക്ക് 2 ഹോസ്റ്റിനെ വയ്ക്കാം. അപ്പോൾ അതിനെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, നമ്മളിത് താഴോട്ട് പോവുകയാണ്. ഇവിടെ ഒരുപാട് അനോട്ടേഷൻസ് ഉണ്ട്, വൈറ്റ് ബോർഡ് ഉണ്ട്, റിമോട്ട് കൺട്രോൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ നമ്മളിത് താഴോട്ട് പോയി ഇവിടെ നിങ്ങൾ കണ്ടു, ഇതേ ബ്രേക്ക് ഔട്ട് റൂം എന്നുള്ള ഓപ്ഷൻ കണ്ടു. ഈ ബ്രേക്ക് ഔട്ട് റൂമാണ് ഇപ്പോൾ എൻ്റെ മീറ്റിങ്ങിലുള്ളത്. അപ്പോൾ ഇത് ഞാൻ ഡിസേബിൾ ചെയ്യുന്നു, എനിക്ക് ബ്രേക്ക് ഔട്ട് റൂം വേണ്ട. ഓക്കെ, ബ്രേക്ക് ഔട്ട് റൂം ഞാൻ ഡിസേബിൾ ചെയ്തു. എന്നിട്ട് ഞാൻ 1-to-1 സപ്പോർട്ട് എന്നുള്ള സിസ്റ്റം എനേബിൾ ചെയ്തു. അതോടുകൂടി എനിക്ക് 2 ഹോസ്റ്റിനെ വയ്ക്കാം. പക്ഷേ ഇതിലുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ 2 ഹോസ്റ്റിനെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതിനെ ഇതാക്കണം എന്നുണ്ടെങ്കിൽ, ബ്രേക്ക് ഔട്ട് റൂമും കൂടി വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് അതിനെ പെയ്ഡ് വേർഷൻ തന്നെ കൊടുക്കണം. അതല്ലാതെ എനിക്ക് ബ്രേക്ക് ഔട്ട് റൂമും 2 ഹോസ്റ്റും കൂടി വെക്കാൻ എനിക്ക് പറ്റില്ല. ഓക്കെ, അതാണ് ഇതിൻ്റെ സിസ്റ്റം. ഓക്കെ, പിന്നെ ക്ലോസ്ഡ് ക്യാപ്ഷനിങ്, സേവ് ക്യാപ്ഷൻസ്, ഫാറൻറ്റ് ക്യാമറ കൺട്രോൾ, അങ്ങനെ ഒരുപാട് സിസ്റ്റംസ് ഉണ്ട് ഇതിൽ. അപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ, ഇനി അടുത്ത സെറ്റിങ്സിനെ കുറിച്ച് കൂടുതൽ നമുക്ക് അടുത്ത മീറ്റിങ്ങിൽ മനസ്സിലാക്കാം. അപ്പം നമുക്കൊന്നും കൂടി ഒരു മീറ്റിംഗ് വിളിച്ച് നോക്കാം. ഇതേ ഒരു മീറ്റിംഗ് കൂടി നമ്മളിത് മീറ്റിംഗ് ഓപ്പൺ ചെയ്തു. നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ വീഡിയോ കാണുന്നില്ല, വീഡിയോ ഇല്ല ഇവിടെ. അപ്പോൾ ഇവിടെ ഈ സപ്പോർട്ട് അമർത്തി കഴിഞ്ഞാൽ എനിക്ക് വേറൊരാൾ എൻ്റെ മീറ്റിങ്ങിന് വന്നാൽ അവരെയും കൂടി എനിക്ക് ഹോസ്റ്റാക്കാം. അതാണ് നമ്മുടെ 1-to-1 സപ്പോർട്ടിൻ്റെ സിസ്റ്റം. അപ്പോൾ ഇന്ന് ഇത്രയാണ് സൂമിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇനി അടുത്തത് നമുക്ക് അടുത്ത സെഷനിൽ കേൾക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും